ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് ഡോക്ടർ അജയ് കുമാർ മാസ് പ്രിയ എന്നിവർ ചേർന്നിട്ടാണ്. ശ്രീ അജയ് കുമാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പുസ്തകത്തെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക്. സംഭവബഹുലമായ ഒരു നോവലിനെ പറ്റി 10 മിനിറ്റിൽ ചുരുക്കി പറയണമെന്ന് വലിയൊരു ടാസ്ക്കായിപ്പോയി. ഇത്തവണത്തെ പെരുവനം ഗ്രാമോത്സവത്തിൻ്റെ ഇതിവൃത്തത്തിനോട് വളരെയധികം ചേർന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ അതിനെപ്പോലും ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു നോവലാണ്. എന്താണെന്ന് വെച്ചാൽ ഇത് 3 പേര് കൂടിയിട്ടാണ് എഴുതിയേക്കുന്നത്. അത് തന്നെ ഒരു ഭയങ്കര TDR നമ്മൾ നേരത്തെ TDR പറയാൻ വെച്ചിരുന്നൊരു വലിയ പോയിൻ്റാണ്. എന്നാലും എല്ലാവരും അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. തുടക്കത്തിലായാലും നമ്മൾ 2 പേര് എഴുതിയ നോവലുകൾ മാധവിക്കുട്ടിയും KL മോഹനവർമ്മയും NP മുഹമ്മദും പിന്നെ സേതുവും കുഞ്ഞബ്ദുള്ളയൊക്കെ എഴുതിയിട്ടുണ്ട്. 3 പേര് കൂടി ഒരു നോവൽ എഴുതുന്നു. അതിലുപരിയായിട്ട് ഞാനിത് വായിച്ചപ്പോൾ പഴയ ഒരു കഥ ഓർമ്മ വന്നു. നാട്ടിലെ പൊക്കം കൂടിയ സ്ഥലം ക്ഷേത്രമാണ്. മലയാളത്തിലെ വളരെ വിശ്വപ്രസിദ്ധം ഗംഭീരമായൊരു ചെറുകഥ തുടങ്ങുന്ന ആദ്യത്തെ വാചകമാണ്. അപ്പോൾ പെരുവനത്തുകാരോട് അങ്ങനെ പറഞ്ഞാൽ പെരുവനത്തുകാർക്ക് എളുപ്പം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നാട്ടിലെ പൊക്കം കൂടിയ സ്ഥലം ക്ഷേത്രമാണ്, അവിടെ ദേവൻ കഴുത്തറ്റം വെള്ളത്തിൽ നിൽക്കുന്നു. അടുത്ത വാചകമാണ്. നാട്ടിലെ പൊക്കം കൂടിയ സ്ഥലം ക്ഷേത്രമാണ്, അവിടെ ദേവൻ കഴുത്തറ്റം വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്നു. അടുത്ത സെൻറ്റൻസ് കൊണ്ട് വലിയൊരു ചിത്രം വരയ്ക്കുകയാണ്. ഇത് 1935 വന്ന തകഴിയുടെ വെള്ളപ്പൊക്കത്തിൽ എന്ന് പറയുന്ന അതിഗംഭീര ചെറുകഥ. അപ്പോൾ അതിൻ്റെ ആ വെള്ളപ്പൊക്കത്തിൻ്റെ 100ാമത്തെ വാർഷികമാണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം 1924 അതിന് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്ന പരിചയപ്പെടുത്തുന്ന ഈ നോവലിൽ അതുപോലൊരു ഭാഗമുണ്ട്. അത് വായിക്കാൻ ഞാൻ. എവിടെയോ വെള്ളം തെറിക്കുന്ന ശബ്ദം കേട്ടാണ് ബസാം ഞെട്ടി ഉണർന്നത്. തലയുയർത്തി ചുറ്റും നോക്കി. ഒന്നുമില്ലായിരുന്നു. കാറ്റഴിച്ചു വിട്ട ചെറുതോണിയെ ഒരു ചെറിയ ടെൻറ്റാക്കി മാറ്റി അതിനുള്ളിലായിരുന്നു രാത്രി കഴിച്ചു കൂട്ടിയത്. ബസാം കിടത്തം തുടർന്നു. മറ്റൊന്നും ചെയ്യാനില്ലെന്ന് അയാൾക്കറിയാമായിരുന്നു. രക്ഷിക്കാനായി ആരെങ്കിലും വരണം, അല്ലെങ്കിൽ മരണം ഭരിക്കുക. വെള്ളം തെറിച്ചു വീഴുന്ന ഒച്ച വീണ്ടും ബസാം കേട്ടു. ബസാം ചെറുതോണിക്ക് അടിയിലൂടെ ഇഴഞ്ഞു നീങ്ങി. സമീപത്തായൊരു കിടങ്ങ്. ഇപ്പോൾ മഴവെള്ളം നിറഞ്ഞിരിക്കുന്നു. ആദ്യ ദിവസം കണ്ടപ്പോൾ അതിൽ വെള്ളം നന്നേ കുറവായിരുന്നു. അവിടെയായിരുന്നു ആദ്യ ദിനം വിശ്രമിച്ചത്. പെട്ടെന്ന് എന്തോ ഒരു അനക്കം അതിൽ കാണാനിടയായത് ബസാം ഓർത്തു. പാമ്പങ്ങാനായിരിക്കുമോ എന്ന് ഭയന്നാണ് വിശ്രമസ്ഥലം അവിടെ നിന്ന് മാറ്റിയത്. കിടങ്ങ് നിറയുകയാണ്. ബസാം നോക്കി നിൽക്കെ ഒരു ചെറിയ തല ഉയർന്നു. പിന്നെ കുറച്ച് ശരീരം. അത് പാമ്പല്ല, ഒരു മത്സ്യമാണ്. സുഹൃത്തെ, അവിടെ കുടുങ്ങിയതാണോ എന്നെപ്പോലെ? മിണ്ടിപ്പറഞ്ഞിരിക്കാൻ ഒരു കമ്പനി കിട്ടിയതിൽ ബസാം സന്തോഷിച്ചു. കിടങ്ങിൻ്റെ തലേ ഭാഗത്ത് അയാൾ മുട്ടുകുത്തിയിരുന്നു. സാമാന്യം വലിയൊരു മത്സ്യം. കിടങ്ങിൽ നിന്ന് കായലിലേക്ക് തിരിച്ചു കയറാനുള്ള തട്ടിപ്പിടയ്ക്കലാണത്. കിടങ്ങും കായലും തമ്മിൽ ഒട്ടും അകലമല്ലായിരുന്നു. അതായത് ആ ജീവിയുടെ സ്വാതന്ത്ര്യം ഏതാനും അടി അകലെയാണ്. അപ്പോൾ 1924 വെള്ളപ്പൊക്കത്തിൽ തകഴി ആ വീടിൻ്റെ മുകളിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു പട്ടിയെയാണ് അവതരിപ്പിക്കുന്നത്, നായ്. അത് ഒരു നക്കരം അതിലൂടെ ഒഴുകി പോകുമ്പോൾ ഇയ്യോബിൻ്റെ പുസ്തകത്തിലെ, സിനിമയല്ല യഥാർത്ഥത്തിലെ ഇയ്യോബിൻ്റെ പുസ്തകത്തിലെ നദീഹയത്തെ നമ്മൾ ഓർമ്മിക്കുക. ഒരു നക്കരം അതിലൂടെ ഒഴുകിപ്പോയി എന്ന് പറയുന്നത് പോലെ ഇവർ 3 പേരും കൂടി ചേർന്ന് ഈ നോവലിൽ നമ്മുടെ ഈ ഹ്യൂമൻ സെൻട്രിക് അല്ലാത്ത ഒരു വലിയ പുതിയ കാഴ്ചപ്പാടിൻ്റെ ലോകത്തിരുന്നോട് നോക്കുമ്പോൾ വെള്ളപ്പൊക്കത്തിൽ പെട്ടുപോയൊരു വലിയ മത്സ്യത്തിനെയാണ് അവതരിപ്പിക്കുന്നത്. അത്രയും വലിയ ഒരു പാരിസ്ഥിതികമായ നോട്ടത്തിലേക്കാണ് ഇതെത്തുന്നത്. അപ്പോൾ നമ്മൾ 2018 സിനിമ എഴുതിയ അഖിൽ ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയി. 2018 വെള്ളപ്പൊക്കം ഈ നോവലിലൊരു വലിയ കഥാപാത്രമാണ്, അല്ലെങ്കിൽ ഒരു വലിയ പശ്ചാത്തലമാണ്. ഇതിൻ്റെ ഒരു ഗാംഭീര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ മലയാളത്തിലും മെല്ലെ മെല്ലെ ലോക നോവലുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം മലയാളി ഒരു വിശ്വപൗരനായിട്ട് ഒരുപാട് കാലം കഴിഞ്ഞു. പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോൾ നമുക്കറിയാം, ഒരു 10-35 എല്ലാ കാലത്തും അറ്റ് എനി ഗിവൺ പോയിൻ്റ് ഓഫ് ടൈം ഒരു 10-35 ലക്ഷം മലയാളികൾ ഗൾഫിലുണ്ട്. മലയാളികൾ മാത്രം, ഇന്ത്യക്കാർ അതിലധികം ഉണ്ട്. പല ഗൾഫ് രാജ്യങ്ങളിലും മലയാളികളാണ് ഭൂരിപക്ഷം. ജനാധിപത്യമൊക്കെ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ വേറെ കഥയായിപ്പോയി. അപ്പോൾ എങ്കിൽ പോലും ഒരു ആടുജീവിതം പോലെ വളരെ അപൂർവം കൃതികളാണ് അവിടെ നിന്ന് ഉണ്ടായി വന്നിട്ടുള്ളത്. പിന്നെ അവിടെ ഒരുപാട് നാഷണാലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഞാൻ 12 വർഷം ദുബായിൽ ജീവിച്ചിരുന്ന ആളെന്ന് എനിക്ക് കൂടുതൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ നാട്ടുകാരനായ അജയൻ അതിലധികം വർഷങ്ങളായിട്ട് അബുദാബിയിലാണ്, വലിയൊരു കമ്പനിയുടെ CEO ആണ്. അപ്പോൾ പക്ഷേ ഇതുവരെയും
മലയാളത്തിൽ ഇതുവരെ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ചർച്ച കഴിഞ്ഞ വിഷയം എന്ന് പറയുന്നത് ജോഗ്രഫിക്കലായിട്ടും സാംസ്കാരികമായിട്ടും നമ്മൾ അടുത്ത് കിടന്നിട്ടും നമ്മൾ ദീർഘകാലം അകറ്റി നിർത്തിയിരുന്ന ശ്രീലങ്കയെ പറ്റിയിട്ടാണ് TDR പറഞ്ഞു തുടങ്ങിയത്. അതുപോലെ തന്നെ ഇപ്പോൾ പാകിസ്ഥാനികൾ നമ്മൾ സഹോദരങ്ങളായിരുന്നു ഒരു കാലത്ത്. ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലെ ഒരു ഒറ്റ സഹോദരങ്ങളായിരുന്നു നമ്മളെങ്കിലും ഗൾഫിൽ വളരെയധികം നമ്മൾ ഒരുമിച്ച് കഴിയുന്ന ഒരു വിഭാഗമാണ് പാകിസ്ഥാനികൾ എന്ന് പറഞ്ഞാൽ. ഏറ്റവും അധികം, കാരണം അവിടുത്തെ തൊഴിൽ തട്ടിലെ ഏറ്റവും താഴെ തട്ടിലാണ്. ഇപ്പോൾ മനോഹരൻ പേരകത്തിൻ്റെ ഒരു പാകിസ്ഥാനിയുടെ കഥ എന്ന് പറയുന്ന ഒരു നോവൽ അതിൻ്റെ വിടവ് നികത്താനായിട്ട് ആദ്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ലെബനോൻകാരനായ ബസാം എന്ന കഥാപാത്രം, അതുപോലെ ഇന്ത്യക്കാരനായിട്ടുള്ള രവി. അപ്പോൾ നിങ്ങളുടെ പെരുവനവും ഇതിലെ ഒരു മുഖ്യമായ ഒരു സെറ്റിംഗാണ്. അതാണ് അതിൻ്റെ. അപ്പോൾ എല്ലാ വലിയ നോവലുകളുടെയും ഒരു പ്രശ്നം പൊതുവെ പറയുന്നത്, ഞാനത് ഒരു തമാശയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ആത്മകഥയല്ലാത്ത ആദ്യ നോവലുണ്ടോ സാർ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആത്മകഥ ഇപ്പോൾ സുഭാഷ് ചന്ദ്രൻ്റെ തച്ചനക്കര എന്ന് പറയുമ്പോൾ തച്ചനക്കര എന്ന് പറയുന്നത് ഈ സുഭാഷിൻ്റെ കടുങ്ങല്ലൂരിൻ്റെ പുഴയുടെ അപ്പുറത്തുള്ള ഉളിയന്നൂർ എന്ന് പറയുന്ന സ്ഥലമാണ്, തച്ചൻ്റെ അമ്പലം. അപ്പോൾ തച്ചനക്കര കടുങ്ങല്ലൂർ തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ നോവലിൽ നമുക്ക് എപ്പോഴും ഒരു ആത്മകഥയെ ബ്രേക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടോ? അതൊക്കെ ബ്രേക്ക് ചെയ്ത അപൂർവ എഴുത്തുകാരിലാണ്. അപ്പോൾ പുതിയ ജനറേഷൻ എഴുത്തെന്ന് പറയുന്നത്, ഇപ്പോൾ ഞാനൊക്കെ പോലും ജുബായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ അഖിലിനെയും TDRനെയൊക്കെ കണ്ടെച്ചാൽ ഇപ്പോൾ പുതിയ എഴുത്തുകാർ വളരെ സിമ്പിളാണ്, അൺഅസ്യൂമിങ് ആണ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വേറൊരു, ഇപ്പോൾ TDRും ഇതൊക്കെ വളരെ അൺഅസ്യൂമിങ്. ഹരീഷ്, TDR, സന്തോഷ് കുമാറിനൊക്കെ ഇപ്പോൾ ഈ അഖിലിനേക്കാളൊക്കെ വലിയ അൺഅസ്യൂമിങ് ആയിട്ട് വേഷത്തിലും ഭൂഷത്തിലും എല്ലാത്തിലും. അതിൻ്റെയും അപ്പുറത്ത് വലിയ ബിസിനസ് സാമ്രാജ്യങ്ങളുടെ ഉള്ളിലൊക്കെ അറിയാവുന്ന, ലോകം മുഴുവൻ യാത്ര ചെയ്യുന്ന മലയാളികൾ. ഇപ്പം നമ്മുടെ ഹരിത ഇവാൻ്റെ സിൻ എന്ന് പറയുന്ന നോവൽ വലിയ അംഗീകാരം നേടിക്കൊണ്ടിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, സിൻ എന്ന് പറയുന്ന നോവൽ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ പുതിയ നോവലിൻ്റെ അപ്പോൾ അജയൻജിയുടെ വേറെ പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അധികവും നോൺ ഫിക്ഷനായിരുന്നു, കൈൻഡ് ഓഫ് എന്താ പറയുക, ഒരു സെൽഫ് ഹെൽപ്പ് ബുക്കുകൾ എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള പ്രധാന പുസ്തകങ്ങൾ. ലെസൺസ് ഫ്രം 12 ഫിലിംസ്, 12 പുസ്തകങ്ങളിൽ നിന്നുള്ള ജീവിത പാഠങ്ങൾ. 21 ഫിലിംസ്, ലെസൺസ് ഫ്രം 21 ഫിലിംസ്. അപ്പോൾ ഈ നോവൽ വായിക്കുമ്പോൾ പക്ഷേ ഒറ്റപ്പൂമേലും ശരിക്കും ഇരുന്നീല മറ്റേ പൂവിൻ്റെ വിചാരം മൂലം ജയശീലൻ പറഞ്ഞ പോലെ ഒരു മഹത്തായ സിനിമ ഞാൻ പെട്ടെന്ന് ഓർത്തു ഇത് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ. മറ്റേ ഇനാറിറ്റുവിൻ്റെ, ഗോൺസാലസ് ഇനാറിറ്റുവിൻ്റെ മെക്സിക്കൻ ഗംഭീര സിനിമ അജയൻജി കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ബബേൽ എന്ന് പറയുന്ന സിനിമ 3 ഭൂഖണ്ഡങ്ങളിലായിട്ട് മൊറോക്കോയിലും മെക്സിക്കൻ അമേരിക്കൻ ബോർഡറിലും ജപ്പാനിലുമായിട്ട് നടക്കുന്ന ഗംഭീര സിനിമ. അതുപോലെ 3-4 രാജ്യങ്ങളിലാണ് ഈ നോവൽ അരങ്ങേറുന്നത്. അതുപോലെ 3-4 രാജ്യങ്ങളിലെ കഥാപാത്രങ്ങൾ. അപ്പോൾ നമുക്ക് ലെബനോൻ്റെ ഒരു വലിയ ചരിത്രം തന്നെ. ഇപ്പോൾ ലെബനോൻ്റെ ചരിത്രം എന്ന് പറയുമ്പോൾ കക്കൂസിലെ ഒളിച്ചിരിപ്പ് മതിയായില്ലേ എന്ന് തലക്കെട്ടിൽ മാതൃഭൂമി ആഴ്ചപ്പപ്പിൽ ഒരു 10-20 വർഷം മുമ്പ് ഞാനൊരു ലേഖനം എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ലെബനോണിലെ ആഭ്യന്തര യുദ്ധത്തെ പറ്റിയിരുന്നു. അപ്പോൾ അവിടെ സഹന ഹുസൈൻ എന്ന് പറയുന്ന അവിടുത്തെ ആർട്ടിസ്റ്റ്, അപ്പം മലയാളത്തിൽ തന്നെ ആദ്യമായിട്ട് ഇൻസ്റ്റലേഷൻ എന്ന വാക്ക് ഇൻസ്റ്റലേഷൻ അടിച്ചു വന്നത് ആ ലേഖനത്തിലായിരിക്കും എനിക്ക് തോന്നുന്നു. ഇവർ ഈ സഹന ഹുസൈൻ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് ബെയ്റൂട്ടിലെ വെളിമ്പ്രദേശത്ത് ഒരു 10-300 യൂറോപ്യൻ ക്ലോസറ്റ് അങ്ങോട്ട് നിരത്തി വെച്ചു. അതായിരുന്നു ഒരു ഇൻസ്റ്റലേഷൻ. അതായത് ഈ ലെബനോണിലെ ആഭ്യന്തര യുദ്ധകാലത്ത് ഏറ്റവും അധികം ആൾക്കാർ ചെയ്തിരുന്നത് ബോംബ് വരുമ്പോൾ എല്ലാവരും കയറി കക്കൂസിൽ കയറി ഒളിച്ചിരിക്കും. കാരണം കക്കൂസിൽ മാത്രമാണ് നിങ്ങൾക്കറിയാം ചില്ല് ജനാലകളും വാതിലുകളും ഉണ്ടാവില്ല ടോയ്ലറ്റ്സിൽ. ഏറ്റവും സേഫ് ആയിട്ടുള്ളൊരു വീട്ടിൽ ബോംബ് വീഴുമ്പോൾ ഒരു വീട്ടിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലം ടോയ്ലറ്റാണ്. അപ്പോൾ അതാണ് അതുകൊണ്ടാണ് ഈ ലെബനോൻകാർ എപ്പോഴും ടോയ്ലറ്റിൽ കയറി ഒളിച്ചിരിക്കുന്നത് അവരുടെ ഒരു വലിയ ജീവിത ആചാരമായി തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഇതിൽ കടന്നു വരുന്നു. അങ്ങനെ മലയാളത്തിൻ്റെ ലോക നോവൽ ഇപ്പോൾ ഒരു 5-10-20 നോവലൊക്കെ അങ്ങനെ വന്നിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ, ഒരു കുറച്ചധികം അതിനെ വലിയ തോതിൽ മുന്നോട്ട് നയിക്കുന്ന. അതേസമയം ഇത് ഞാൻ വായിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് ഇംഗ്ലീഷിൽ വന്നാൽ കുറേ കൂടെ നന്നായിരിക്കുന്നു. അപ്പോൾ പ്രസാധകനായിട്ടുള്ള പ്രവീൺ പറയുന്നുണ്ടായിരുന്നു ഇത് ഒറിജിനലി ഇംഗ്ലീഷിലാണ് എഴുതപ്പെട്ടത്. കാരണം ഒരു ലെബനോൻകാരനും 2 മലയാളികളും ചേർന്ന് എഴുതിയതാണ്. ഇത് ഒറിജിനലി ഇംഗ്ലീഷിലാണ് എഴുതപ്പെട്ടതെന്ന്. പക്ഷേ അത് ഇതുവരെ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടില്ല. മലയാളത്തിലാണ് ആദ്യം വന്നത്. അതും ട്രാൻസ്ലേഷനാണ്. ഇപ്പം ട്രാൻസ്ലേഷൻ പലയിടത്തും വളരെ സിമ്പിളാണ്. ചിലയിടത്തൊക്കെ ചെറിയ തെറ്റുകളുണ്ടെങ്കിൽ പോലും അതിഗംഭീരമായിട്ട് വളരെ ലാളിത്യമായിട്ട് TDRൊക്കെ എഴുതുന്ന പോലത്തെ എന്താ പറയുക, കണ്ണീര് പോലത്തെ ഗദ്യം എന്ന് പറയില്ല, നമ്മളെന്താ പുഴയുടെ അടിവശം കാണിച്ചു തരുന്ന പോലത്തെ ഗദ്യമാണ് ഇതിലും. അപ്പോൾ ഈ സക്കറിയ പണ്ടും വലിയ മലയാളം ഗദ്യമാണെന്ന് പറഞ്ഞിട്ട് മലബാറിലെ ശിക്കാർ എന്ന് പറഞ്ഞൊരു പുസ്തകത്തിന് എഴുന്നള്ളിച്ചിട്ടുണ്ട് MP സദാശിവൻ നായരുടെ. പക്ഷേ അത് കോഴിക്കോടൻ എന്ന് പറയുന്ന ആളുടെ ട്രാൻസ്ലേഷൻ ആയിരുന്നു. MP സദാശിവൻ നായർ ഒറിജിനലി ഇംഗ്ലീഷിൽ എഴുതിയിട്ട് ഇലസ്ട്രേറ്റർ വീക്കിൽ വന്നിട്ട് കോഴിക്കോടൻ എന്ന് പറയുന്ന നമ്മുടെ സിനിമാ നിരൂപകൻ ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നു. അതുപോലെ ഇത് ഈ 3 എഴുത്തുകാരുടെയും അല്ല, ആദ്യമായിട്ട് തന്നെ ട്രാൻസ്ലേഷൻ പ്രകാശിപ്പിക്കപ്പെട്ട ഒരു പുസ്തകം എന്നുള്ളൊരു വലിയ ഇതും കൂടിയുണ്ട്. അപ്പോൾ TDR എനിക്ക് കുറച്ചുകൂടി കൂടുതൽ പറയാൻ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സമയപരിമിതി ഉള്ളത് കൊണ്ടും കൂടി ഒരുപാട് പറയാനുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ വളരെയധികം എൻജോയ് ചെയ്ത് വായിച്ചാണ്.
ഒരു നോവലായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അധികം വായിച്ചു തീർത്തു. കാരണം ഒരു ഭ്രാന്തനായ ഒരു നോവൽ വായനക്കാരാണ് ചെറുപ്പം പോലെ. അപ്പോൾ അജയൻജിയുടെ മറ്റു പുസ്തകങ്ങളൊക്കെ കുറച്ച് കയ്യിൽ വെച്ചിട്ടാണ് വായിച്ചെങ്കിലും നോവലായതുകൊണ്ട് വലിയ ആവേശത്തോടെ വായിച്ചു. ഇപ്പോൾ മലയാളത്തിലെ പുതിയ നോവലിൻ്റെ അമരക്കാരൻ ഇവിടെ ഇരിക്കുന്നുണ്ട് ഭാഗ്യവശാൽ. അദ്ദേഹം അതിനെപ്പറ്റി കൂടുതൽ പറയുന്നത് ഞാൻ വിചാരിക്കുന്നു. അല്ല, അങ്ങനെയൊന്നുമില്ല. കുറച്ച് ദിവസം മുമ്പാണ് ഈ പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടിയത്. വലിയ ആവേശത്തോടു കൂടി വായിച്ച് തീർത്തൊരു പുസ്തകമാണ്. വലിയ സന്തോഷം തോന്നി. എന്നുവെച്ചാൽ ഞാൻ വളരെ കാലമായിട്ട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, മലയാള നോവൽ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഈ ജോഗ്രഫിക്കൽ സ്പേസിൻ്റെ ഉള്ളിൽ നിൽക്കേണ്ട ഒരു സാധനമല്ല. കാരണം മലയാളി ഇന്ന് ലോകത്തിൻ്റെ എല്ലാ ഇടത്തിലും ജീവിക്കുന്നതാണ്. ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിലും മലയാളിയുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും പെടുന്ന ജീവിതാനുഭവങ്ങളും നമ്മുടെ നോവലിൻ്റെ വിഷയമായിട്ട് വരും. ധാരാളം നോവലുകൾ അങ്ങനെ വരുന്നുണ്ട്. അതിനെതിരെ കടുത്ത വിമർശനങ്ങളും വരുന്നു. നിങ്ങൾ ചിലപ്പോൾ രാമോഹനൊക്കെ ഓർക്കുണ്ടാവും, ഒരു മലയാളത്തിലെ പ്രധാനപ്പെട്ട മാസികയിൽ മലയാള നോവലുകൾ മലയാളമല്ലാതെയാവുന്നു എന്നും പറഞ്ഞൊരു ലേഖന പരമ്പര തന്നെ പ്രസിദ്ധീകരിച്ചു. മലയാളം വാരികയല്ല, വേറൊരു വാരികയല്ല. അതിൽ ഒരുപാട് പേര് പ്രതിസ്ഥാനത്തുണ്ടായിരുന്നു. ഞാനും കൂട്ടുപ്രതിയിൽ ഒരാളാണ്. എന്താണെന്ന് വെച്ചാൽ നോവൽ ലങ്കയിലേക്ക് പോകണു, പല സ്ഥലത്തേക്ക് പോകണം. പക്ഷേ ഇപ്പം 21-ാം നൂറ്റാണ്ടിൽ മലയാള സാഹിത്യത്തിൽ വരുന്നൊരു പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത് ഈ ജോഗ്രഫിക്കൽ സ്പേസിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ലോകത്തിൻ്റെ എല്ലാ ഇടങ്ങളിലേക്കും നമ്മുടെ എഴുത്ത് എത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ കഥ അവിടെ നടക്കുന്ന ഇതാവാം, കഥാപാത്രങ്ങൾ ആ പ്രദേശത്തൊന്നുണ്ടാവാം, നമ്മുടെ കഥാപാത്രങ്ങൾ അങ്ങോട്ട് യാത്ര ചെയ്യുന്നതാവാം. പല രീതിയിലൊരു ഗ്ലോബലൈസേഷൻ്റെ ഈ കാലത്ത് നിങ്ങൾക്ക് ഗ്ലോബൽ അല്ലാണ്ട് ചിന്തിക്കാനോ എഴുതാനോ കഴിയില്ല എന്നൊരു യാഥാർത്ഥ്യം. ഇത് തിരിച്ചറിയുകയും ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നത് പ്രവാസികളായിട്ടുള്ള എഴുത്തുകാരാണ്. അതുകൊണ്ടാണ് നേരത്തെ രാമമോഹൻ പറഞ്ഞ ഹരിതയുടെയൊക്കെ നോവൽ വരുന്നത്, ഷീല ടോമിൻ്റെ നോവൽ വരുന്നത്. പ്രവാസികളുടെ എഴുത്താണ് ഇന്ന് മലയാള സാഹിത്യത്തിനെ കൂടുതൽ ശക്തിയായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു യാഥാർത്ഥ്യം. മലയാള സാഹിത്യം ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്നതും ചർച്ച ചെയ്യപ്പെടുന്നതും പ്രവാസികളുടെ ഇടയിൽ തന്നെയായിരുന്നു. ഇപ്പോൾ എഴുതപ്പെടുന്നതും പ്രവാസികളുടെ ഇടയിൽ തന്നെയാണ്. അതിലേക്ക് ഒരു പുതിയ നോവൽ വരുന്നു, നിമഞ്ജനം. അത് നമ്മുടെ പ്രിയ സുഹൃത്ത് അജയൻ്റെ തന്നെ നോവലാകുന്നു. കൂടെ രണ്ടുപേരും കൂടെ എഴുതിയിട്ടുണ്ട്. എങ്കിൽ പോലും ഞാനിത് അജയകുമാറിൻ്റെ നോവലായിട്ട് തന്നെയാണ്. ബാക്കി രണ്ടുപേരെ എനിക്ക് അത്ര പരിചയമില്ലാത്തതുകൊണ്ട് ഇത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഇത് 3 പേര് കൂടി എഴുതിയതാണെന്ന് എനിക്ക് സത്യത്തിൽ തോന്നിയില്ല. അത് പരിഭാഷയായതുകൊണ്ടായിരിക്കും. അല്ല, ഒരാളുടെ ഒരു ഭാഷയിലാണ് മൊത്തമായിട്ട്. അത് വളരെ തെളിമയുള്ള, വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടൊരു ഭാഷ, വളരെ സൂക്ഷ്മമായ ഭാഷ. ട്രാൻസ്പെറൻ്റ് ഇല്ല, അനാവശ്യമായ ആടയാഭരണങ്ങളൊന്നും അണിയാതെ എന്നാൽ വളരെ കൃത്യമായിട്ട് പറയേണ്ട കാര്യങ്ങൾ പറയുന്നതാണ്. ഇതിൽ പറയുന്ന കഥ നടക്കുന്ന കാലം, അതേപോലെ കഥ നടക്കുന്ന ഇടം, അതിനെക്കുറിച്ചൊക്കെ എഴുത്തിൽ വളരെ കൃത്യമായ ധാരണയുണ്ടെന്ന് നമുക്ക് വ്യക്തമാവും. ഏതൊരു കാലത്താണ് എഴുതുന്നത്, എന്താണ് അത് അഡ്രസ്സ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്താണ്. ഇപ്പോൾ നേരത്തെ ഇപ്പോൾ ലെബനോണിനെ പറ്റി പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഇന്ത്യയെ പറ്റി പറയുന്ന കാര്യങ്ങൾ വരുമ്പോൾ അതിൽ മനുഷ്യാവസ്ഥകളെ വളരെ മനോഹരമായി ചിത്രീകരിക്കാൻ നോവൽ, എന്നാൽ അതിൻ്റെ കോൺഫ്ലിക്റ്റുകളെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാനും അതേപോലെ തന്നെ പറ്റുന്നു. ഇപ്പോൾ അതൊരു മനോഹരമായ നോവൽ എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. എന്നുവെച്ചാൽ ആ വാക്കിനേക്കാൾ കൂടുതൽ എനിക്കിഷ്ടപ്പെട്ടത് അതിനേക്കാൾ ശില്പഭദ്രമായ, അതിൽ മനോഹാരിതയുടെ അംശം ഉണ്ടാവാം, ചിലപ്പോൾ നമ്മളെ പൊള്ളിക്കുന്ന ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലും ഉപരി ഇന്നത്തെ ഒരു കാലത്തെ മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും സങ്കീർണമായ അവസ്ഥകളെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. ഇപ്പം ബിസിനസ് ആയി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെടുന്ന ഒരു ലോകം, അതിൻ്റെ സാധാരണ വായനക്കാർക്ക് അത്ര കണ്ട് പരിചിതമല്ലാത്ത പുതിയ ഇടങ്ങളിലേക്ക് എത്താൻ സാധിക്കും. ഒരു പുസ്തകം എന്നെ സംബന്ധിച്ച് ഞാനൊരു വായനക്കാരൻ എന്നുള്ള നിലയിൽ കാണുന്ന അതുവരെയുള്ള എന്നെ പുതുക്കുന്നതായിരിക്കണം ഞാൻ വായിക്കുന്നൊരു പുസ്തകം. അപ്പോൾ ഇത് വായിക്കുമ്പോൾ നമ്മൾ പുതിയ അറിവിൻ്റെയും അനുഭവങ്ങളുടെയും വേറൊരു ലോകത്തിലേക്ക് എത്തുന്നു എന്നുള്ളു. ഞാൻ തലക്കെട്ട് മാത്രം വായിച്ചപ്പോൾ ആദ്യം ആലോചിച്ച് മഞ്ചേരി ഈശ്വരയ്യരുടെ നിമഞ്ജനം എന്ന് പറഞ്ഞ കഥയും അതേ പേരിൽ വന്ന അതിഗംഭീര സിനിമയാണ് മനസ്സിലാദ്യം തോന്നിയത്. പിന്നെ രാമമോഹൻ പറഞ്ഞ പോലെ വെള്ളപ്പൊക്കത്തിൽ നിന്നുള്ള കഥയിലേക്കും പുതിയ കാലത്ത് 18 വെള്ളപ്പൊക്കത്തിൻ്റെ പശ്ചാത്തലമൊക്കെ വിവരിക്കുന്ന കാര്യങ്ങളിലേക്ക് വരുമ്പോൾ വേറതിൽ. പക്ഷേ നിമഞ്ജനം എന്നുള്ള പേരിന് വലിയ മാനങ്ങളുണ്ട്. അത് വളരെ കൃത്യമാണ്. നോവലിന് അതേ തലക്കെട്ട് തന്നെ ഉപയോഗിച്ചിരിക്കും. ഇപ്പോൾ ഈശ്വരയ്യരുടെ കഥയിൽ വായിച്ചിട്ടുണ്ടോ? ഇല്ല. അത് നിമഞ്ജനം എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ? അത്
അത് ഈ മഞ്ചേരി ഈശ്വരയ്യരുടെ കഥയാണെന്നുള്ളത് പോലും വളരെ അപൂർവ ആളുകൾക്ക് അറിയുള്ളൂ. ആ അതെയോ? ആ ആ അതെ. അപ്പോൾ അത് ആ ഗംഭീര കഥയാണ്. പക്ഷേ അതിലെ നിമഞ്ജനം, ഈ ചിതാഭസ്മം നിമഞ്ജനം ചെയ്യാൻ കൊണ്ടുപോകുന്നു, ആ പോകുന്ന യാത്രയും അതുമായിട്ട് ബന്ധപ്പെടുന്ന അത് ഇതായിട്ടൊരു ബന്ധമില്ല. പക്ഷേ നിമഞ്ജനം എന്നുള്ള ആ വാക്കിൻ്റെ എല്ലാ അർത്ഥവും നമ്മുടെ നോവൽ ഉൾക്കൊള്ളുന്നുണ്ട്. എനിക്ക് എൻ്റെ സുഹൃത്ത് അജയ്കുമാർ ഇത്തരത്തിൽ ഒരു നോവൽ എഴുതിയതിൽ വലിയ സന്തോഷമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതിന് മുമ്പേ നമ്മൾ നോൺ ഫിക്ഷനായിട്ടുള്ള പുസ്തകങ്ങൾ, സെൽഫ് ഹെൽപ്പ് അല്ലെങ്കിൽ ബിസിനസ് ഗീത, അതൊക്കെയാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. പാരൻറ്റിങ് ഒക്കെ വളരെ ജനങ്ങൾക്ക് വലിയ ഗുണമുള്ള പുസ്തകമാണ്. ബിസിനസ്സുകാർക്ക് തീർച്ചയായിട്ടും ബിസിനസ് ഗീതയും ഗുണമുള്ള പുസ്തകം തന്നെയായിരിക്കും തോന്നുന്നു. പക്ഷേ അതിന്ന് ഒരു ക്രിയേറ്റീവ് വർക്ക് എന്നുള്ള രീതിയിൽ ഇത് എഴുതിയതിൽ വലിയ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് 3 പേർക്കും എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും, ബാക്കി 2 പേരോടും എൻ്റെ അഭിനന്ദനം അറിയിക്കുക. ഇംഗ്ലീഷിൽ ഇതിൻ്റെ ഒറിജിനൽ രൂപത്തിൽ, ട്രാൻസ്ലേഷൻ ആദ്യം ഒറിജിനൽ പിന്നാലെയുമാണ് വരുന്നത്. ആ ഒറിജിനലിനും എല്ലാവിധ ആശംസകളും നേരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷിലേക്ക് വരുന്ന പുസ്തകങ്ങൾ നല്ല രീതിയിൽ വായിക്കപ്പെടുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. തീർച്ചയായിട്ടും ഓൾ ദി ബെസ്റ്റ്. ഇനി എഴുത്തുകാരൻ എന്താണ് നമ്മളോട് പറയാനുള്ളത് എന്നും കൂടി അറിഞ്ഞാൽ കൊള്ളാമെന്ന്. ശ്രീ രാംമോഹനും ടി ഡി സാറും, എന്നോടുള്ള വാത്സല്യം കൊണ്ട് ടി ഡി സാറും സ്നേഹം കൊണ്ട് രാംമോഹനും പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി. ഈ പുസ്തകം ഫ്ലോ സ്റ്റേറ്റ് എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷിൽ ഉള്ള പേര്. പക്ഷേ ഈ പുസ്തകത്തിന് ഒരു നേരത്തെ ടി ഡി സാർ പറഞ്ഞ പോലെ ശ്രീലങ്കയിലെ ആഭ്യന്തര യുദ്ധം കഴിഞ്ഞതിന് ശേഷവും യുദ്ധമൊക്കെ അവസാനിച്ച ശേഷവും ഇപ്പോഴും മാറ്റങ്ങളില്ല എന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെയാണ് മുഹമ്മദ് അബൂസക്കി. ഇപ്പോൾ ഞാൻ ഇവിടെയുള്ള ആർക്കും ലബനീസ് പശ്ചാത്തലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയാം, എൻ്റെ സുഹൃത്ത് മുഹമ്മദ് അബൂസക്കി ഞാനും ചേർന്നിട്ടാണ് ഈ പുസ്തകം എഴുതുന്നത്. പക്ഷേ ഈ പുസ്തകം ഇംഗ്ലീഷിൽ വരുമ്പോൾ അദ്ദേഹം ഡ്രൂസ് എന്നുള്ളൊരു കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഈ പുസ്തകം ഇംഗ്ലീഷിൽ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ അത് വായിക്കുമ്പോൾ ഉണ്ടാവാവുന്ന പ്രശ്നങ്ങൾ ഓർത്തിട്ട് അദ്ദേഹത്തിന് ഇപ്പോഴും അത് ധൈര്യമില്ല ഈ പുസ്തകം ഇറക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് കഴിഞ്ഞ 10 വർഷങ്ങളായി ഞങ്ങളിതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട്. അതിൻ്റെ ഇടയിൽ പ്രളയം വരുമ്പോൾ ആ പ്രളയവുമായി ബന്ധിപ്പിക്കാവുന്ന ചില സംഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലും ഉണ്ടായി. അപ്പോൾ അതെല്ലാം ചേർത്ത് ഇതിലത്തെ ആത്മകഥാംശം എത്രയുണ്ട്, ഭാവന എത്രയുണ്ടെന്ന് എനിക്കും കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അതിൽ ആത്മകഥയുണ്ട്, 2 പേരുടെയും ജീവിതം ഇതിലെന്തായാലും ഉണ്ട്. പക്ഷേ ഈ പുസ്തകം ഇംഗ്ലീഷിൽ വരാതിരിക്കാനുള്ളൊരു കാരണം ലെബനനിലെ ഇപ്പോഴുമുള്ള പൊളിറ്റിക്കൽ സിറ്റുവേഷനാണ്. നമ്മൾ പുറത്തുനിന്ന് കാണുന്ന ലെബനനല്ല ലെബനനിലുള്ള ആളുകൾ അനുഭവിച്ചറിയുന്നത്. അതൊന്ന്. പിന്നെ ലെബനീസ് ആളുകളും കേരളീയരുമായുള്ള കുറേ ഒരു താരതമ്യം ചെയ്യുകയാണെങ്കിൽ അവരവരുടെ നമ്മളെപ്പറ്റി പറയുമല്ലോ, നമ്മൾ കേരളത്തിൽ വർക്ക് ചെയ്യാൻ നമുക്ക് വിമുഖത കാണിക്കും. ഇവിടെ നമ്മൾ കുറച്ച് മടിയന്മാരാണ്, അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോൾ നമ്മൾ വളരെ മിടുക്കന്മാരായി ജോലി ചെയ്യും. അതേ അവസ്ഥയാണ് ലെബനനിൽ. അവരുടെ രാജ്യത്തെ എല്ലാവരും വലിയ ബുദ്ധിപരമായിട്ട് വളരെ ഉയർന്നു നിൽക്കുന്നവരാണ് ലെബനീസ് പൗരന്മാർ. പക്ഷേ അവരുടെ രാജ്യത്തെ ഇക്കണോമിക് സിറ്റുവേഷൻസൊക്കെ വളരെ മോശമാണ്. പുറത്ത് പോയിട്ട് ലെബനീസ് വളരെ നല്ല നിലയിലുള്ള ലെബനീസുകളുണ്ട്. അപ്പോൾ എൻ്റെ ജീവിതത്തിലത്തെ ഈ ഒരു തീർച്ചയായിട്ടും എൻ്റെ നാടുമായിട്ട് ബന്ധപ്പെട്ട, എൻ്റെ കുട്ടിക്കാലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. ബോംബെ കലാപം ഞാൻ നേരിട്ട് കണ്ട ഒരാളാണ്. അതിൻ്റെ മഴയുണ്ട്, പ്രളയമുണ്ട്. അതുപോലെ തന്നെ അബൂസക്കിയുടെ പശ്ചാത്തലം ലെബനനിലെ ആഭ്യന്തര യുദ്ധകാലത്ത് അവിടെ അന്ന് 10-15 വയസ്സുള്ള സമയത്ത് അവിടെ മുതിർന്നവർക്ക് യുദ്ധ സന്നാഹങ്ങൾ ഒരുക്കി കൊടുക്കാൻ, അവരുടെ ക്ലാൻസ് തമ്മിലുള്ള അല്ലെങ്കിൽ ജാതികൾ തമ്മിലുള്ള ഫൈറ്റിൽ അവരുടെ കൂടെ നിന്ന് പ്രവർത്തിച്ച പരിചയമുണ്ട്. 2-3 വർഷം അവരുടെ വിദ്യാഭ്യാസം പോലും നിന്നുപോയ അവസ്ഥയുണ്ട്. അദ്ദേഹം പിന്നെ ഫ്രാൻസിൽ പോകുന്നു, UK പോയി പഠിക്കുന്നു. അപ്പോൾ അതെല്ലാം ചേർത്ത് ഞങ്ങൾ ദുബായിൽ വന്ന് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു IT സ്ഥാപനത്തിൻ്റെ പശ്ചാത്തലത്തിലും കൂടിയാണ് ഈ കഥ. അപ്പോൾ അതിൽ നേരത്തെ പറഞ്ഞ പോലെ ആത്മകഥയാണോ ഭാവനയാണോ എന്ന് ചോദിച്ചാൽ രണ്ടുമുണ്ട്. നിങ്ങൾക്കൊക്കെ സാധിക്കുകയാണെങ്കിൽ വാങ്ങിക്കുക, സമയം കിട്ടുമ്പോൾ വായിക്കുക. താങ്ക് യു.